Hi friends, Taste of your ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അൻസിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പം തയ്യാറാക്കി എടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ബെല്ലൈക്കൺ കൂടി വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ബട്ടർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായി ഞാൻ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 30 മിനിറ്റെങ്കിലും മിനിമം വെക്കണം, എങ്കിൽ മാത്രമേ അതിലേക്കൊന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ൊക്കെ ഇപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൂടെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ എടുക്കുമ്പം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകമൊക്കെ നന്നായിട്ട് വേവും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി നേരമൊന്നും ഇട്ട് അങ്ങനെ അതിട്ട് തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നോളും. ചിക്കനൊക്കെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒരു സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം ചിക്കൻ ആവശ്യത്തിന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ നമുക്കിനി ഗ്രേവി റെഡിയാക്കി എടുക്കാം. നമുക്ക് വീണ്ടും അതേ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സവോള ഒരെണ്ണം എടുത്തിട്ടുള്ള ഒരു മീഡിയം സവോള ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്താണ്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ഗ്രേവി എന്ന് പറയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വഴണ്ടാൽ മാത്രം മതി. അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ആവശ്യത്തിനൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം അത്യാവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 3 വലിയ തക്കാളിക്ക അത് ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 എണ്ണം എടുത്തിട്ടുണ്ട്. ശരിക്കും ടൊമാറ്റോയാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിലൊന്ന് മിക്സായി വരണം. നന്നായിട്ടൊന്ന് വേവണം ടൊമാറ്റോ. അതിനായിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് ഈ ടൊമാറ്റോ ഒക്കെ വെന്ത് വരും. അതിലേക്ക് നമുക്കൊരു കാഷ്യൂനട്ട് ഒരു 6-7 കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഗ്രേവിയിൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്തുടയും. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിക്കൊക്കെ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. മുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ ഒന്ന് ആ മുളക് പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് ജസ്റ്റ് മാറിയാൽ മാത്രം മതി. ഇതിനെയും ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വീണ്ടും ഞാൻ അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ മറ്റേത് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോ ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറും. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഒരു വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി എങ്ങനെ വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ ഗരം മസാല പൗഡർ ഇടാൻ മറന്നു പോകരുത്. ഞാൻ ഗരം മസാല പൗഡർ ഇട്ടിട്ടുണ്ട്. ഗ്രേവി ആക്കി ഇതുപോലെ അരച്ചതിന് ശേഷം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഒരു ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം കയ്യിലുണ്ടെങ്കിൽ ചേർക്കുന്നത് ടേസ്റ്റാണ്. ബട്ടർ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നത്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും അതുപോലെ ഗരം മസാല പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ഗരം മസാല പൗഡർ നിങ്ങൾ ചേർക്കാൻ വിട്ടു പോകരുത്. ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. ഗ്രേവി അതായത് മിക്സിയിൽ അരച്ച് നമ്മൾ ഗ്രേവി ഇതിൽ ഒഴിച്ചതിന് ശേഷമാണ് ഇട്ടത്. പക്ഷേ എന്തോ അത് ആ ഒരു സമയത്ത് വീഡിയോയ്ക്കകത്ത് അത് വന്നില്ല. നിങ്ങൾ വീണ്ടും പറയുവാണ്, ക്ഷമിക്കുക. ഇപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് ഗ്രേവിക്ക്. അപ്പം അതുകൂടി ചേർത്ത് കൊടുക്കുക. മധുരമൊന്നും അങ്ങനെ ബാലൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതിരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഞ്ചസാര ചേർക്കുന്നത് വേറൊരു ടേസ്റ്റാണ്. ഇപ്പം ഇനി ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമേ നമ്മൾക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. ഇനി ചിക്കൻ ഒത്തിരി വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഇനി ഒത്തിരി നേരം ഒന്നും ഇട്ട് തിളപ്പിക്കേണ്ടയോ അല്ലെങ്കിൽ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ബട്ടർ ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഫ്രഷ് ക്രീം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാവർക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടണം. അപ്പം പുതിയൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.